നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ തീ കെടുത്താൻ ഒരുങ്ങിയിരുന്ന ഒരു നിമിഷം ഒരു ഫോൺ വിളിയിലൂടെ വീണ്ടും അഗ്നിക്കിരയായെന്ന് ആരോപണം. ഇസ്ലാമാബാദിൽ നടക്കുകയായിരുന്ന ചരിത്രപരമായ ഒരു ചർച്ച. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല വൈരത്തിന് ഒരു അവസാന രേഖ വരയ്ക്കാനായിരുന്ന ആ സംവാദം. പക്ഷേ ആ നിമിഷം തകർത്തത് മറ്റാരുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആരോപണം അതിലും ഗൗരവം നിറഞ്ഞത്. അമേരിക്കൻ രാഷ്ട്രീയ വേദിയിലെ ശക്തനായ ശബ്ദം JD വാൻസ് വഴി സമ്മർദ്ദം ചെലുത്തി ചർച്ചയെ വഴിമുട്ടിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. നിരവധി വിഷയങ്ങളിൽ ധാരണയായെന്നും ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കരാറിലെത്താൻ സാധിക്കാതിരുന്നതെന്നും US പറഞ്ഞിരുന്നു. പുറത്തുനിന്നുള്ള ഒരു കക്ഷിയാണ് പ്രക്രിയയെ താളം തെറ്റിച്ചതെന്നാണ് ഇറാന്റെ ആരോപണം. ചർച്ചകൾക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാൻസുമായി നടത്തിയ ഫോൺ വിളി ചർച്ചകളുടെ ഗതി മാറ്റിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചിയെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരാറിന് ഇഞ്ചുകൾ മാത്രം അകലെയായിരുന്നുവെന്ന് അരാക്ചി എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോൾ പോസ്റ്റുകൾ മാറ്റിയെന്ന് കൂട്ടിച്ചേർത്ത അരാക്ചി ഹോർമൂസിലെ ട്രംപിന്റെ ഉപരോധത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. എന്നാൽ ഇസ്രായേലിനെയോ നെതന്യാഹുവിനെയോ അദ്ദേഹം പോസ്റ്റിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. അതേസമയം അമേരിക്ക ഇറാൻ ചർച്ചകളിൽ നിന്ന് ഇസ്രായേലിന്റെ മുൻഗണനകളിലേക്ക് സംഭാഷണം വഴിതിരിച്ചു വിട്ടു എന്നും ഇത് ചർച്ചയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയെന്നും അരാക്ചി പറഞ്ഞതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. യുദ്ധകളത്തിൽ നേടാൻ കഴിയാത്തത് അമേരിക്ക ചർച്ചകളിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് പ്രസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകൽ, ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയാണ് പരിഹാരം കാണാത്ത വിഷയങ്ങളെന്നാണ് ചർച്ചയിൽ പങ്കാളികളായവർ പറയുന്നത്. അതേസമയം JD വാൻസ് നയിച്ച ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ വിജയിച്ചില്ല എങ്കിലും 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ ടെഹ്റാനിലെ പുതിയ നേതൃത്വവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ US-നെ സഹായിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനെ ഒരു കരാറിന് സമ്മതിക്കാൻ നിർബന്ധിതരാക്കിയേക്കാമെന്ന് US വിശ്വസിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഞങ്ങൾ വളരെ തീവ്രമായ ഒരു ചർച്ചകളിലേക്ക് കടന്നു. അവസാനമായപ്പോഴേക്കും അത് വളരെ സൗഹൃദപരമായി തീർന്നു. അവർ അവരുടെ ആണവശേഷി ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചുവെന്ന വസ്തുത ഒഴികെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോയിന്റുകളും ലഭിച്ചു എന്ന് ഒരു US ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയ പരാജയമായി കാണുന്ന നേതാക്കളുണ്ടോ? അതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. സമാധാനം എത്തിയാൽ സംഘർഷത്തിന്റെ പേരിൽ പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ ആധിപത്യം നഷ്ടപ്പെടുമെന്ന ഭയം, അതാണോ നെതന്യാഹുവിനെ ഇത്തരമൊരു നീക്കത്തിലേക്ക് നയിക്കുന്നത്? ഇസ്രായേലിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളും അധികാരത്തിൽ തുടരുമെന്ന ആകാംക്ഷയും യുദ്ധാവസ്ഥ നിലനിർത്താനുള്ള രാഷ്ട്രീയ ആവശ്യകതയും ഇവയുടെ കൂടിച്ചേരലാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിൽ കൂടുതൽ ആശങ്കാജനകമായത് അമേരിക്കയുടെ നിലപാട് തന്നെ. ഇത് സംശയത്തിന് വിധേയമാകുന്നതാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശനയ പാരമ്പര്യവും കടുത്ത നിലപാടുകളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ഈ ചർച്ചകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢരാഷ്ട്രീയം കൂടുതൽ ഭീതിജനകമാകും. സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴും മറ്റൊരു വശത്ത് യുദ്ധത്തിന്റെ ചൂട് നിലനിർത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായി മാറും. ഇത് വെറും ഒരു ഫോൺ വിളിയുടെ കാര്യമല്ല. ഇത് യുദ്ധത്തിന്റെ ദിശ മാറ്റാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെയാണ്. സമാധാനത്തിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുന്ന ഒരു ഇടപെടൽ. ഒരു കരാർ പിറക്കാനിരിക്കെ അത് തകർക്കുന്നത് അതിന്റെ പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ ലാഭം എത്ര വലുതായത് കൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകം ചോദിക്കുന്നത് ഇതാണ്: യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയത്ത് അതിനെ നീട്ടാൻ ശ്രമിക്കുന്നവർ ആരാണ്? സമാധാനത്തിന്റെ വാതിൽ തുറക്കാൻ പോകുമ്പോൾ അതിന് മുന്നിൽ മതിൽ കെട്ടുന്നവർ ആരാണ്? ഇസ്ലാമാബാദിലെ ഒരു ഫോൺ വിളി ഒരു സംഭാഷണത്തിന്റെ അവസാനമോ അതോ പുതിയ സംഘർഷത്തിന്റെ തുടക്കമോ?